വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫേസിൽ വരുന്ന പിമ്പിൾസ്, അതേപോലെ ഡാർക്ക് സ്പോട്ട്, പിന്നെ പിഗ്മെന്റേഷൻ, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഇതൊക്കെ ഇപ്പോൾ കുറേ പേർക്കുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെ ക്വിക്കായിട്ടൊന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ആ വന്ന് തുടങ്ങുമ്പോൾ തന്നെ അതൊന്ന് ഡൗൺ ആക്കി അത് വരാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്ത് സക്സസ് ആയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അക്കൗണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ സ്കിൻ കണ്ടീഷൻ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോട്ടോ ആയിട്ട് കൊടുത്തേക്കാം. ആ ഒരു സ്കിൻ കണ്ടീഷനിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് എത്രത്തോളം എൻ്റെ ഇത് മാറി എന്നുള്ളതും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ഇപ്പോൾ പിമ്പിൾസ് ഒക്കെ പോയിട്ട് ഇവിടെ ഒരു കുറച്ച് ഡാർക്ക് സ്പോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് ക്ലിയർ ആവും. അപ്പോൾ അതിനുള്ളത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ഫസ്റ്റ് തന്നെ സാലിസിലിക് ആസിഡ് ആണ് കേട്ടോ. സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ നമുക്ക് ഫേസ് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഫേസ് ഒക്കെ ആണെങ്കിൽ വീക്കിലി 2 times ഒക്കെ യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യാൻ ഈ സെറം പറ്റില്ല. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ചെറിയ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതേപോലെ ചെറിയ ടിനി ബംസ് ഒക്കെ വരൂലേ, അതൊക്കെ വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്തത് ഒരുപാട് പുറത്തേക്ക് ആവാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് നോസിലൊക്കെ നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ മൂക്ക് കാണിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ടാണ് അത് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തത്. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്ന് നിങ്ങൾക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം, ഓയിൽനെസ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സാലിസിലിക് ആസിഡ് മാത്രം മതി. നല്ല രീതിയിൽ ഓയിൽനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് സാലിസിലിക്കിൻ്റെ ഫേസ് വാഷും. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോടെ ഈ ഒരു സെറാണ് കേട്ടോ, ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതും നല്ല രീതിയിൽ ആ പിമ്പിൾസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്ത് ഒരുപാട് വളർന്ന് പോവാണ്ട് വലിയ പിമ്പിൾസ് ആവാണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്താണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇത് നല്ല രീതിയിൽ പിമ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഡെയിലി 2 times മോർണിംഗും നൈറ്റും യൂസ് ചെയ്യും, അല്ലെങ്കിൽ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സെറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, നിയാസിനിമേഡ് സെറം. ഇത് ഞാൻ ഓർഡിനറിയുടെ ആണ് രണ്ടും യൂസ് ചെയ്യണത്. എൻ്റെ പൊന്നോ, ഈ ഒരു സെറത്തിനെ കുറിച്ച് ഓൾ ഇൻ വൺ ആണ്. ഓൾ ഇൻ വൺ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഐ മീൻ പിമ്പിൾസ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും അതേപോലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ആണെങ്കിലും ഈ ഒരു സെറം നിങ്ങൾക്കൊരു 80% വരെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മോചനം കിട്ടാൻ സഹായിക്കും ഗൈസ്. കാരണം ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഫസ്റ്റ് ആഡ് ചെയ്ത് നിയാസിനിമേഡ് സെറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സാലിസിലിക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അത് വാങ്ങിക്കണത്. ഒരു 2-3 മാസം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സാലിസിലിക്ക് ഈ ഒരു ഫേസ് വാഷിലേക്കൊക്കെ പോണത്. ഇനി നിങ്ങൾക്ക് അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ സെറം മതി ഗൈസ്. ഈ ഒരു ഒറ്റ സെറം നിങ്ങൾക്ക് പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും എല്ലാത്തിനും എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഒരു പരിധിവരെ എല്ലാ ഐറ്റങ്ങളും ഇപ്പോൾ പറഞ്ഞ എല്ലാ ഐറ്റങ്ങളും റെഡ്യൂസ് ചെയ്ത് ഈ ഒരു സെറത്തിൻ്റെ യൂസും കൊണ്ട് മാത്രമാണ്. സോ ഇതിൻ്റെ ഒപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ എന്തായാലും മോയ്സ്ചറൈസർ ഇതാക്കണം, യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സ്കിൻ ഒന്നും കൂടെ ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പ്, നിയാസിനിമയുടെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റണതാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ചെറിയ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം, നൈറ്റ് മാത്രമൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 times യൂസ് ചെയ്യാം കേട്ടോ. സാലിസിലിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, വീക്കിലി ഒരു 2 times 3 times ഒക്കെയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അടുപ്പിച്ച ദിവസങ്ങളിൽ യൂസ് ചെയ്യാണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷനൊക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്ന സ്കിന്ന് ഇത്രയും ഒരു ഇപ്പം അത്യാവശ്യം ആ ഒരു സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ പിമ്പിൾസും കാര്യങ്ങളെല്ലാം പോയി. ഇനിയിപ്പോൾ പാട് മാത്രമേ ഉള്ളൂ. അതും കൂടെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ക്ലിയർ ആവും ഗൈസ്. അപ്പോൾ ഈ ഇത്രയും 3 സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ എന്നല്ല, ഒരു 95% നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറെ പല പ്രശ്നങ്ങളും കൊണ്ടും പിമ്പിൾസ് വരാട്ടോ, ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ ഫുഡ് ഡയറ്റ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ ഒരു ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് 100% ഉറപ്പാണ് ഗൈസ്. കാരണം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത്. ഇതൊക്കെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിലുള്ളതാണ്. ഡെയിലി ഇതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. കാരണം അത്യാവശ്യം ഒരു പിമ്പിൾസ് കുറേ ആണെങ്കിൽ നിങ്ങൾക്കിത് പയ്യെ ആഴ്ചയിൽ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് നല്ല രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്ത് ഒരു 3 to 4 weeks കൊണ്ടൊക്കെയാണ് റിസൾട്ട് കണ്ടു തുടങ്ങുള്ളൂ. നിങ്ങൾക്ക് ചെറിയ പേഷ്യൻസ് വേണം. അല്ലാണ്ട് 1-2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക്
റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഒരു 1 മന്തൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 50% നിങ്ങൾ റെഡ്യൂസ് ആയിട്ടുണ്ടാവും, പിമ്പിൾസ് ആണെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിലും ഒക്കെ. എനിക്ക് പിമ്പിൾസ് വന്നിട്ട് അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറും, പിന്നെ അത് നല്ല കറുത്ത പാടായിട്ടായിരുന്നു ഫേസിൽ കിടന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട്, പിന്നെ കറുത്ത പാട് അതായത് ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ കോജിക് ആസിഡ് യൂസ് ചെയ്യാം. കോജിക് ആസിഡ് അല്ലെങ്കിൽ അസിഡ് എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്, ഫാർമസി ക്രീമാണ്, അപ്പോൾ അത് യൂസ് ചെയ്യാം. കോജിക് ആസിഡ് എനിക്കിങ്ങനെ യൂസ് ചെയ്തിട്ട് വലിയ റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് വലിയായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.